ഹായ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചിക്കൻ കറി തയ്യാറാക്കുന്ന വീഡിയോ ആണ്. നമ്മളെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഒരു ചിക്കൻ കറിയാണ്. തനി നാടൻ രീതിയിൽ മസാലകളൊക്കെ ചേർത്ത് ഒരു കേരള സ്റ്റൈൽ ചിക്കൻ കറിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. നോക്കാം. ഒരു 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു 250 ഗ്രാം തക്കാളി, ഒരു 1/2 കിലോ സവാള അരിഞ്ഞത്. മസാല ഇപ്പോൾ ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് പൊടിക്കുന്നതെന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. ചിക്കൻ മസാല ഉപയോഗിക്കാതെ നമ്മൾ തന്നെ മസാല തയ്യാറാക്കി എടുക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് അത് തയ്യാറാക്കി എടുക്കുന്നതെന്നും കൂടെ ഈ വീഡിയോ കാണിക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് അടിച്ചു വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് എണ്ണ ചൂടായതിന് ശേഷം പട്ട, ഗ്രാമ്പു, ഏലക്ക, വൈൻ ലീഫ് ഇട്ട് കൊടുക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് നമ്മളെ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് അടിച്ചെടുക്കാം. ഇഞ്ചി ഒരു വലിയ കഷ്ണം, 5 പച്ചമുളക്, ഒരു 50 ഗ്രാം വെളുത്തുള്ളി, പിന്നെ ഇത് മല്ലിയിലയോ, ഇത് മല്ലിക്കീരയാണ് എടുത്തിരിക്കുന്നത്. മല്ലിയിലയോ മല്ലിക്കീരയോ ഉപയോഗിക്കാം. പിന്നെ ഇത് രമ്പയില, ഇത് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതാണ്. രമ്പയില ഇതും കൂടെ ചേർത്ത് ഇതിൻ്റെ കൂടെ തന്നെ ഒരു തക്കാളിയോ 2 തക്കാളിയും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. അരച്ച് വെച്ചേക്കുന്ന അരപ്പ് നല്ലതുപോലെ പച്ചമണമൊക്കെ മാറി വരുന്നവരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ എണ്ണയിൽ കിടന്ന് നമ്മൾ ആ പച്ചമണമൊക്കെ മാറി നല്ല ഒരു ബ്രൗൺ കളറിലാവുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പച്ചമണമൊക്കെ മാറി വന്നു കഴിഞ്ഞാൽ നമ്മൾ സവാള ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇതും കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള നല്ലതുപോലെ വെന്ത് വരുന്നവരെ ആ സമയം കൊണ്ട് നമുക്ക് ഹോം മെയ്ഡ് ചിക്കൻ മസാല തയ്യാറാക്കാം. പെരിഞ്ജീരകം 1 ടീസ്പൂൺ, പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക് ഒരു 1/4 ടീസ്പൂൺ, സാദാ ജീരകം 1/2 ടീസ്പൂൺ. ഒന്ന് ചൂടായി വന്നതിന് ശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കുക. 2 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടെ ചേർത്ത് കുറച്ചുകൂടെ നല്ലപോലെ ഒന്ന് ചൂടാക്കുക. നല്ല കറുത്ത് പോകരുത്. മസാല കറുത്ത് പോയാൽ പിന്നെ കറിയുടെ കളർ ഫുൾ പോവും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ നല്ലതുപോലെ ചൂടാക്കി അടിച്ചെടുക്കാം. സവാളയൊക്കെ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പുളി കുറഞ്ഞ 1 കപ്പ് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചിക്കന് നല്ല സോഫ്റ്റ് കിട്ടാൻ തൈരോ നാരങ്ങ നീരോ പിഴിഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ്. ചിക്കൻ നല്ല സോഫ്റ്റ് കിട്ടും. നമ്മളെ ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന മസാലയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മളിപ്പോൾ തന്നെ ഇളക്കി യോജിപ്പിച്ചാണ് നമ്മൾ കറി വയ്ക്കുന്നത്.
മസാല എല്ലാം നമ്മൾ ചിക്കനിൽ പിടിക്കുന്നത് വരെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ 250 തക്കാളിയും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം, ഞാനിപ്പോൾ കുറച്ച് ഗ്രേവിയിലാണ് ചെയ്യുന്നത്, അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു 15 മിനിറ്റ് അടച്ചു വയ്ക്കുക. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ചിക്കൻ ഒരു ഹാഫ് കുക്കിംഗ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു പകുതിയോളം കുക്കിംഗ് കഴിഞ്ഞ് നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നല്ലതുപോലെ ഇളക്കിയിട്ട് ഇനിയാണ് നമ്മൾ ഉപ്പ് ചേർക്കാനുള്ളത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമ്മളൊരു 10 മിനിറ്റും കൂടെ അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമ്മളെ ചിക്കൻ കറി തയ്യാറാവും. നമ്മൾ ചിക്കൻ മസാലയൊന്നും കടയിൽ നിന്ന് വാങ്ങാതെ നമ്മൾ ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കി ഉണ്ടാക്കിയതാണ് ചിക്കൻ കറി. അതിന് നമ്മൾ പ്രത്യേകതയായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടാക്കും. തീർച്ചയായും നിങ്ങളും തയ്യാറാക്കി നോക്കുക ഇതുപോലെ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി തയ്യാറായിട്ടുണ്ട്. നല്ല ഗ്രേവി എല്ലാം വന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് എല്ലാം പാകമായിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളും തയ്യാറാക്കി നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനലിനെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതിലും വ്യത്യസ്തവും ഉപകാരപ്രദവുമായ മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണാം.